നമ്മൾ ആദ്യം ഇതിൻ്റെ ബാക്ക് സീറ്റ് നമുക്കിവിടെ കീ വെച്ച് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ബാക്ക് സീറ്റ് തുറക്കാം. നോർമലായിട്ട് ചെയ്യുന്ന പോലെ. അത് കഴിഞ്ഞ് ഇവിടെ 2 നട്ട് കാണും. നമ്മളതിപ്പോൾ തന്നെ ഊരി, അതുകൊണ്ടാണ് ഇവിടെ 2 നട്ട്. അത് ഊരുക. അത് കഴിഞ്ഞ് ഈ സീറ്റിംഗ് വലിച്ച് കഴിഞ്ഞ് ഈ സീറ്റിങ്ങിന് പോകും. ഇവിടെയാണ് അതിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. എൻഎസിൻ്റെ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ, ഇതാണ് എയർ ഫിൽറ്റർ. ടാങ്കിൻ്റെ അടിയിലാണ് എയർ ഫിൽറ്റർ ചെയ്യുന്നത്. എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ നമുക്ക് ടാങ്ക് ഊരിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ അടിയിലാണ് കാർബറേറ്റർ. ഇത് കുറച്ച് മെനക്കാട് പിടിച്ച പണിയാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ആദ്യത്തെ എന്ന് വെച്ചാൽ സീറ്റ് അടിക്കുക. സീറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ടാങ്ക് ഊരി എടുക്കുകയാണ്. ടാങ്ക് ഊരി എടുക്കുകയാണെങ്കിൽ ആദ്യം ഇവിടുത്തെ 2 നട്ടുണ്ട്. ഈ 2 നട്ട് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എലാങ്കിയാണ്. ഇവിടെ എലാങ്കി, ഇവിടെ ഒരു ബുഷുണ്ട്. ഈ ഒരു ബുഷ് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എലാങ്കി. ആദ്യം ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇത് മൊത്തം അയച്ചു കഴിഞ്ഞാൽ ഈ നമുക്ക് ടാങ്ക് സിമ്പിളായിട്ട് ഊരി എടുക്കാം. ഇവിടെ ഒരു ബുഷ് ഉണ്ടായിരുന്നു. ആ ബുഷ് ഊരി ഇവിടുത്തെ 2 എലാങ്കി ഒഴിച്ചു. പിന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഇവിടുത്തെ നെറ്റാണ്. ഇവിടുത്തെ 2 സൈഡിലും ഇത് ഹാൻഡിലോട്ട് തിരിച്ച് ഇവിടുത്തെ 2 നെറ്റ് ഒഴിച്ചു. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്കിൻ്റെ മേടത്തെ ഈ 2 നെറ്റാണ് നമ്മൾ ഇതുവരെ അയച്ചിട്ടുള്ളത്. ഈ നെറ്റുകളെല്ലാം അഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് എടുക്കണം കേട്ടോ. എടുക്കുമ്പോൾ സൂക്ഷിക്കണം. ഒരു വിധത്തിൽ നമ്മൾ എടുത്തു. ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ ഇതിനകത്തെ വർക്ക്. നമ്മളിതിൻ്റെ ടാങ്കിൻ്റെ കവർ അഴിച്ചു, ഫൈബർ പാർട്സ് അഴിച്ചു. ഞാൻ പറഞ്ഞ നെട്ടുകളെല്ലാം അഴിച്ച ഫൈബർ പാർട്സ് അഴിച്ചു. ഇത് നമുക്ക് ടാങ്കാണ്. ഇതാണ് ഇതിൻ്റെ ടാങ്ക്. ശരിക്കുള്ള ടാങ്ക് ഇതാണ്. മറ്റേ ടാങ്ക് ഇതാണ്. ഇത് അഴിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഫ്യൂവൽ ഓഫ് ചെയ്യണം. കാർബറേറ്റർ ആണല്ലോ, അതുകൊണ്ട് ഫ്യൂവൽ ഓഫ് ചെയ്യണം. BS4 വണ്ടിയാണിത്. അത് കഴിഞ്ഞിട്ട് ഈ നട്ടുകൾ നമ്മൾ അഴിക്കണം. ഇത് സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് വയ്ക്കണം. ഈ 2 സൈഡിലുണ്ട്. ഇത് എളുപ്പമാണ്. ഇത് മേലത്തെ സ്ക്രൂ ഡ്രൈവർ നമ്മൾ ഈസി ആയിട്ട് അഴിക്കാൻ പറ്റും. അപ്പുറത്തെ പോലെ തന്നെ ഇവിടുത്തെ അഴിക്കാൻ പറ്റും. പക്ഷേ താഴത്ത് ഇവിടെയൊക്കെ വെള്ളമൊക്കെ വരുന്ന സർഫേസ് ആയതുകൊണ്ട് തുരുമ്പ് പിടിച്ചിരിക്കുകയാണ്. ഇപ്പം അഴിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് WD-40 നമ്മൾ അടിച്ചേക്കുവാണ്. ഇത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. അപ്പുറത്തെ ഒരു വിധത്തിൽ അത് അഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. നമ്മൾ ഈ സ്ക്രൂ അഴിക്കാൻ വേണ്ടി നോക്കിയായിരുന്നു, പക്ഷേ പറ്റുന്നില്ല. പിന്നെ നമ്മൾ WD-40 അടിച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കുറച്ചുകൂടെ നല്ലൊരു സ്ക്രൂ ഡ്രൈവർ ഇട്ട് പിടിച്ചപ്പോൾ അത് വന്നു. പക്ഷേ നല്ല ബലത്തിൽ പിടിക്കേണ്ടി വന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയയൊക്കെ ആണെങ്കിൽ വെള്ളം ആയിട്ട് കോൺടാക്റ്റ് വരും. ഇപ്പോൾ റോഡിലെ കട്ടറിലെ വാട്ടർ സ്പ്ലാഷൊക്കെ അടിച്ച് ഈ ഏരിയയിലൊക്കെ തുരുമ്പ് വരുന്നതാണ്. നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്താലും ഈ തുരുമ്പ് വരും. കാരണം ബജാജിൻ്റെ മാത്രമല്ല, ഒട്ടുമിക്ക വണ്ടികളെല്ലാം ഇങ്ങനത്തെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത്ര ക്വാളിറ്റി ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഒരു വിധത്തിൽ അത് ഊരിയെടുത്തു. നമ്മൾ ഊരുന്ന സ്ക്രൂ എല്ലാം നമ്മൾ ഒന്നീ വീഡിയോ എടുത്ത് വെക്കണം. ഇത് ഇന്ന സ്ക്രൂ ആണെന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ സെപ്പറേറ്റ് നമ്മളിപ്പോൾ സെപ്പറേറ്റ് മാറ്റി വെച്ചേക്കുവാണ് ഒരു സ്ക്രൂകൾ. ഇവിടെ ഒരു ലോക്കായിട്ട് ഇരിക്കുന്നതാണ്. ഇവിടെ സ്ക്രൂ അല്ല, ഒരു പിടുത്തം കാണും. ജസ്റ്റ് ഇങ്ങനെ എടുത്ത് 2 സൈഡിലും ഇങ്ങനെ ഊരിയെടുക്കുക. ഇതാണ് നമ്മുടെ എയർ ഫിൽറ്ററൊക്കെ ഇരിക്കുന്നതാണ് കേട്ടോ. ടാങ്ക് ഈ നട്ട് 2 സൈഡിലെ ഈ നട്ട് ഊരി കഴിഞ്ഞിട്ട് ടാങ്ക് മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് എയർ ഫിൽറ്റർ ഊരി ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. നമ്മുടെ അടുത്ത വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്ക് ഊരി എടുക്കുകയാണ്. ടാങ്ക് ഊരി എടുക്കുന്ന ഇച്ചിരി മെനക്കെട്ട പണിയാണ്. നമുക്ക് അതിന് 12 സ്പാനർ ഉപയോഗിച്ച് ഇവിടുത്തെ 2 നെട്ട്, പിന്നെ ഫ്രണ്ടിലും ഇതേപോലെ ഒരു നെട്ടുണ്ട്, അത് ഊരി എടുക്കുക. അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി ട്യൂബും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. ഇതിന് മുന്നായിട്ട് തന്നെ ടാങ്ക് ക്ലോസ്ഡ് ആണോ എന്ന് നോക്കണം. അതായത് ഈ BS4 വണ്ടികൾക്കൊക്കെ ആണെങ്കിൽ വാൽവുണ്ട്, ക്ലോസ് ആണോ എന്ന് നോക്കണം. പിന്നെ ഫ്രണ്ടിലത് ഇവിടെയാണ് വരാറ്. ഇത് കുറച്ച് പാടാണ്. T-സ്പാൻഡ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ എളുപ്പമായിരിക്കും കേട്ടോ ഇതൊക്കെ. ഇതിലൊരു സേഫ്റ്റി പിൻ കാണും. ഇത് ആദ്യം റിമൂവ് ചെയ്യണം. നൈസായിട്ട് റിമൂവ് ചെയ്യണം. ഇത് കൈ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പ്ലെയർ വെച്ച് ഉപയോഗിച്ച് ചെയ്യണം.
നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഈ ട്യൂബാണ് കേട്ടോ. ഇത് കണക്ട് വരുന്ന ഈ ഒരു ട്യൂബാണ് ചെയ്യാനുള്ളത്. ഇതിവിടെ ഒരു പിന്ന് കാണും. ചിന്ന് ജസ്റ്റ് ലൂസ് ചെയ്യുക, ചെറിയ ചെറിയ ശരി ശരി. കിട്ടിയോ? ഇതാണ് NS200 എയർ ഫിൽറ്റർ. ഇവിടെ നിന്നാണ് എയർ ഇൻടേക്ക് ഒക്കെ ഇവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. എയർ ഇൻടേക്ക് ഇതായിരിക്കണമെങ്കിൽ ഇവിടുത്തെ നമ്മൾ വർക്ക് ഏകദേശം പകുതിയോളമായി, അതായത് അഴിക്കുന്ന കാര്യം പകുതിയോളമായി. അപ്പോഴത്തേക്ക് തന്നെ നല്ല മഴയ്ക്കുള്ള സാധ്യത. എയർ ഫിൽറ്ററിൻ്റെ ഈ 2 നട്ട് അഴിക്കണമെങ്കിൽ ടീ സ്പാനർ അത് കാര്യം നടക്കില്ല കേട്ടോ. 8-ൻ്റെ ടീ സ്പാനർ വേണം. ഇപ്പം നമ്മൾ മൊത്തം അഴിച്ചു. ഇനിയിപ്പം ഇത് ഊരി എടുത്താൽ മാത്രം മതി. ഇതാണ് കേട്ടോ ഔട്ട്ലെറ്റ് വരുന്നത്. ഊരി എടുക്കുന്ന ഇവിടെ ഒരു ക്ലിപ്പുണ്ട്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയർ ഫിൽറ്റർ ഇങ്ങനെ ഊരി എടുക്കാം കേട്ടോ. പുതിയ എയർ ഫിൽറ്ററാണ്. പൊടി അടിച്ചിട്ടാൽ മതി, ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, പുതിയ തന്നെയാണത്. കുറച്ച് ഇത് കാർബറേറ്റർ കണക്ട് ചെയ്യുന്ന എയർ ഫിൽറ്ററിൻ്റെ ഔട്ട്ലെറ്റ് അത് എടുക്കുന്നതാണ് കേട്ടോ. ഇവിടുത്തെ ഈ 2 നട്ട്, ഇത് 10-ൻ്റെ ആണ്, ഇത് 2 കഴിക്കണം. അടുത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൽറ്ററും കാർബറേറ്റർ ഹെഡും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ട്. ആ ഒരു പൈപ്പിൻ്റെ ഇവിടെ നോക്കി കാണാം. ആ പൈപ്പിൻ്റെ ഹെഡ് ലൂസ് ചെയ്യുവാണ് കേട്ടോ. അത് നമുക്ക് എലാങ്കി ഉപയോഗിക്കാൻ കുറച്ച് പാടാണ്. അതായത് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഡയറക്റ്റിട്ട് ജസ്റ്റ് ലൂസ് ചെയ്യുക. ലൂസ് ചെയ്തിട്ട് വലിച്ചെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. നമ്മൾ ആ സ്ക്രൂ ഊരി കഴിഞ്ഞിട്ട് ഇതാണ് ആ വാൽവ്. ഇവിടുത്തെ ഈ ട്യൂബ് ഊരണം. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഈ ഫിൽറ്ററിൻ്റെ ബോഡി ഇങ്ങനെ ഊരിങ്ങനെ വരും. കുറച്ച് മെനക്കേടാണ്. ഇവിടെ 2 സൈഡിൽ നിന്ന് തള്ളി കൊടുത്താൽ മതി. ജസ്റ്റ് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം. ഒത്തിരി ബലം പിടിക്കില്ല. അത് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ഫിൽറ്ററിൻ്റെ ബോഡിയിൽ അവിടുന്ന് കാർബറേറ്ററിൻ്റെ അത് അഴിച്ച പോലെ തന്നെ ഇവിടെ എൻജിൻ്റെ ഹെഡിൻ്റെ അവിടുന്ന് കാർബറേറ്ററിൻ്റെ ഒരു ഇതുണ്ട്. ലാങ്കി വെച്ചിട്ട്, ചെറിയ ലാങ്കി വെച്ചിട്ട് നമ്മളത് ലൂസ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എൻജിൻ്റെ അവിടുന്ന് കാർബറേറ്റർ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഈ ചോക്കിൻ്റെ ഭാഗത്താണ് അത് വരുന്നത് കേട്ടോ. കുറച്ച് ടാസ്ക്കാണത്. കഴിവതും ഇത് വർക്ക്ഷോപ്പിൽ കൊടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം, അങ്ങനെ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മളിത് ഊരിയെടുത്തു. ഈ ഒരു നട്ട് താഴത്തെ 2 നട്ട് ലൂസ് ചെയ്യണം. അങ്ങനെ കാർബറേറ്റർ ഊരിയെടുത്തു. ഇനി ഇതിൽ തന്നെ കുറേ പൈപ്പ്സൊക്കെ ഉണ്ട്, അത് ഊരിയെടുക്കണം. അത് നമ്മൾ നോക്കി വേണം ചെയ്യാൻ. മെയിനായിട്ട് ആക്സിലേറ്റർ കേബിളാണിത്, ആക്സിലേറ്ററിൻ്റെ കേബിളാണിത്. അടിയിലോട്ട് കാണിച്ച് തോന്നുന്നു.
അപ്പോൾ ഇതാണ് നമ്മുടെ കാർബറേറ്റർ, നമ്മുടെ വണ്ടിയുടെ ഹാർട്ടാണ് കേട്ടോ ഇത്. ഫ്യൂവൽ അങ്ങോട്ടും ഇങ്ങോട്ടും പമ്പ് ചെയ്യുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ ഇതാണ്, കാർബറേറ്ററാണ് എടുക്കുന്നത്. ഇതിന് ജസ്റ്റ് നമുക്ക് ക്ലീൻ ചെയ്താൽ മതി, ബാക്കി കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഈ മാനിഫോൾഡിന് കംപ്ലയിൻ്റ് ആണെന്ന് വിചാരിച്ചത്. ഒരു പവർ കട്ട് ഓഫ് ഒക്കെ ഉണ്ടായിരുന്നു, ചെറിയ മൈലേജ് കുറവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഇതിന് കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. അഴുക്ക് കയറി ഇരിക്കുവാന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് ക്ലീൻ ഊരി ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. നമുക്കിത് ഊരാൻ വേണ്ടി ഇത് കാർബറേറ്ററിൻ്റെ ഹെഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവറാണ്. ഈ 4 സ്ക്രൂ ഡ്രൈവർ അഴിച്ചാൽ മതി.